ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയൊരു സ്വീറ്റാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഇതുപോലൊരു ബൗളിലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം വേണം നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളം ഞാൻ ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ കട്ടയൊന്നും കെട്ടിക്കിടക്കില്ല, ഇതിൽ തന്നെ അങ്ങ് മെൽറ്റായിട്ട് വയ്ക്കോളും. അപ്പോൾ അത് കുറച്ചൊരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകി ഇത് ഈ ഒരു ക്രിസ്റ്റൽസ് ഒന്ന് ഫോമായിട്ട് ജെല്ലി ഒന്ന് ഫോമായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലൊരു മിക്സി ജാർ എടുത്തിട്ട് ആ ജാറിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മൾ ഈ ഒരു ജെല്ലി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അതും കൂടെ നമുക്കൊരു 1/4 കപ്പ് അത്ര മതിയെ. ഒത്തിരി വിപ്പിംഗ് ക്രീം നിങ്ങൾ ചേർക്കല്ല, ഒരു 1/4 കപ്പ് ക്രീം അത്രയും മതിയെ. ഒത്തിരി ചേർത്ത ഒരു നമുക്ക് ആ ഒരു കറക്റ്റ് പരുവം നമുക്ക് കിട്ടില്ല. എൻ്റെ രണ്ടും കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കാം. നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടെ ഇതുപോലത്തെ ഒരു ഇതെടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ശക്കലം ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു ടിഷ്യൂ വെച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഓയിലൊന്ന് പുരട്ടി കൊടുക്കണേ. എന്നിട്ട് ഒരു തുള്ളി പോലും നമ്മൾ ഓയിലിൻ്റെ ആ ഒരു ഇതിലുണ്ടാവാനും പാടില്ല. അതുകൊണ്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഓയിൽ മൊത്തം ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് മാറ്റണം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറീൻ്റെ ആ ഒരു ജെല്ലി ക്രിസ്റ്റൽസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതല്ല എങ്കിൽ വേറെയും ഫ്ലേവറുകളുണ്ട് കേട്ടോ. നമ്മൾ പൈനാപ്പിൾ, മാംഗോ അങ്ങനെയൊക്കെ ഉണ്ട്. ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഫ്ലേവർ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇതും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാമേ. എന്നിട്ട് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് നിന്ന് തണുപ്പിച്ച് നല്ല സെറ്റാക്കി നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഇതും കൂടെ ഞാനൊന്ന് സ്ലിംഗ് പേപ്പറും കൂടി ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നിങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് വല്ല സിൽവർ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 മണിക്കൂറൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച സമയത്ത് ചെറുതായിട്ടൊന്ന് ഷേക്കായിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഇതിൽ കിടക്കുന്നത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് വിപ്പിംഗ് ക്രീം വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ കേട്ടോ. ഒരുപാട് വിപ്പിംഗ് ക്രീം എടുത്താൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഈ ഒരു രീതിക്ക് കിട്ടില്ല. വളരെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഇളകി നല്ല പെർഫെക്റ്റായിട്ട് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടേ. ഇത് കണ്ടല്ലോ, ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കാണാനും അടിപൊളിയാണ്, കഴിക്കാൻ അതിലേറെ രുചിയാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് വെച്ചാൽ പറയണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് മറക്കല്ലേ. വെറും നിസ്സാര ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ്.